ശത്രുദോഷം എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ കണ്ണുകളോടുകൂടി നോക്കുമ്പോൾ നമുക്കെതിരെ ആളുകൾ ചിന്തിക്കുന്നതെല്ലാം നമ്മളുടെ മനോബലക്കുറവുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനോബലക്കുറവുള്ളവരാണെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ അതിന് പല പല സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രക്രിയകൾ. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരു പുരാതന മെൻ്റലിസം എന്നൊക്കെ പറയാം ഒരു പരിധി. അതുകൊണ്ടത് തീരുന്നില്ല, ആ വാക്കുകൾ കൊണ്ട് അതിൻ്റെ ഉത്തരം തീരുന്നില്ല. എങ്കിലും എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. മറ്റൊരു മനുഷ്യ മനസ്സിനെ പലതരത്തിൽ താഴേക്കും മുകളിലേക്കും സ്വാധീനിക്കാനൊക്കെ, അധസ്ഥിതമാക്കാം, മുകളിലേക്കും കൊണ്ടുവരാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറേ സമ്പ്രദായങ്ങളും ശൈലികളും ഒക്കെ മാന്ത്രികത്തിലുമൊക്കെ ഉണ്ട്. അതിനെയാണ് അങ്ങനെ പറയുന്നത്. ജ്യോതിഷത്തിലൂടെ അതൊക്കെ ഏറെ അറിയാനും സാധിക്കും. പക്ഷേ എല്ലാം തന്നെ ശത്രുദോഷമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു മനസ്സിൻ്റെ വിചാരത്തിലൂടെയും വരാം. ചില നക്ഷത്രക്കാർക്ക് ഒരു സൈക്കിക് ഭാവം കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുള്ള നാളുകളുണ്ട്. അത് പിന്നെ ചില ഗ്രഹനിലക്കാർക്കുമുണ്ട്. ഏതൊരു നാളിലെയും ചിലതരം ഗ്രഹനിലക്കാർക്ക് ഈ മനോവിഭ്രാന്തിയുടെ ഒരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ചില നാളുകൾ പൊതുവേ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അവർക്ക് പൊതുവേ ഒരു ചിത്തവിഭ്രമം, മാനസിക ഭ്രമമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവരും ഭാവനയിൽ കാണാം. ഇപ്പോഴേ കാവ്യയോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുക, കാവ്യ എന്നോട് ശരിയായിട്ടല്ല പെരുമാറുന്നത് എന്നിങ്ങനെ പറഞ്ഞിരുന്നാൽ പിന്നെ അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് കയറിയിട്ട് പിന്നെ പറയുകയാണ്. അത് പിന്നെ മറ്റു പലരോടും കാവ്യയെക്കുറിച്ച് മോശമായി ആവിഷ്കരിക്കാൻ വേണ്ടി പല കഥകളും മെനഞ്ഞ് പറയാൻ തുടങ്ങും. ഈ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോട് കാവ്യ എന്നോട് അത് പറഞ്ഞു. അപ്പോൾ അവർ വിശ്വസിക്കണമല്ലോ, അവർ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പറഞ്ഞു നിരിക്കാം. ഇതങ്ങ് ആഴം കൂടും. കൂടി ഈ കഥ ശരിയാണെന്ന് എൻ്റെ ഉപബോധ മനസ്സ് പ്രഖ്യാപിക്കും. അല്ല, ഓട്ടോമാറ്റിക് മറ്റുള്ളവരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പിന്നീടുള്ള കാര്യമാണ്, മറ്റുള്ളവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കാവ്യയെ മോശക്കാരിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണെങ്കിൽ ഞാനത് പറയുമ്പം അവർ അതെയോ, അത് ശരി, എടി അമ്പടി ഭയങ്കരി എന്ന് പറയിപ്പിക്കുന്നത് വരെ ഞാൻ ഊർജം കൂട്ടി ഭാവനയിൽ പല കഥയും പറഞ്ഞെന്നിരിക്കാം. എൻ്റെ ഉപബോധ മനസ്സ് അതിനെ ഒരു സത്യമായി ചിത്രീകരിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും ശരിയാണ്. പിന്നെ അവസാനം ഇതൊരു വിഷയമായി ഞാൻ ഈ കള്ളം പറഞ്ഞ് അതൊരു സത്യമായി എൻ്റെ ഉപബോധ മനസ്സ് വിശ്വസിച്ചു. ഞാൻ തന്നെ എനിക്കൊരു പ്രേരിത നിദ്ര, ഒരു ഹിപ്നോട്ടിക് മൂഡ് ഉണ്ടാക്കി. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.